ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓ കൽപ്പനേ, എന്തിനെന്നെ വിളിക്കുന്നേ? എനിക്കറിയില്ല. എല്ലാവരും താഴെയുണ്ട്, വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. വാ. ഓ വാ വാ. എന്താ അമ്മ വിളിച്ചേ? ഇന്നലെ നിന്റെ മോൻ നിന്നെ വിളിച്ചിരുന്നു? ഇല്ല. കള്ളം പറയരുത്. ചെറിയമ്മ എന്തായാലും വിളിച്ചിട്ടുണ്ടാവുമല്ലോ. അവൻ എന്നെ വിളിക്കാറില്ല, ഞാൻ അവനെയും വിളിക്കാറില്ല. ഇന്നലെ അവൻ വരുണിനെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അപമാനിച്ചു. നാട്ടുകാരെ കൊണ്ട് വരുണിനെ തല്ലിക്കാനും ശ്രമിച്ചു. ഉർവശി, പലതവണ കുടുംബത്തിൽ നിന്ന് പുറത്തായ ഉർവശി തിരിച്ചെങ്ങനെ കയറിയെന്ന് ഓർമ്മയുണ്ടല്ലോ. ചന്ദ്രശേഖരൻ ജയിലിലായിട്ടും പൊറുക്കാൻ പറ്റാത്ത കുറ്റം ഗൗതം ചെയ്തിട്ടും നീ ഈ കുടുംബത്തിനെ ദ്രോഹിക്കില്ല എന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ചവരാ ഞങ്ങള്. ഓർമ്മയുണ്ടോ നിനക്കത്? ഉണ്ട്. നിങ്ങളുടെ മകന് കൊടുക്കാനുള്ള മറുപടി ഇന്നലെ നാട്ടുകാരുടെ മുൻപിൽ വെച്ച് തന്നെ കൊടുത്തിരുന്നു. പക്ഷെ ഇനി ഒരിക്കൽ കൂടി വരുണിനെ നാണം കെടുത്താൻ അയാൾ എങ്ങനെയെങ്കിലും മുമ്പിൽ വന്ന് നിന്ന അത് പ്രശ്നമാവും ചെറിയമ്മേ. അവിടെ പിന്നെ ബന്ധമൊന്നും നോട്ടം ഉണ്ടാവില്ല. ഇത്രയും ദിവസം ഞങ്ങളുടെയൊക്കെ അസ്വസ്ഥത കാണാൻ ഒരു കാരണം ഉണ്ടായിരുന്നു. പ്രിയങ്ക. അവിടെ ഇപ്പൊ എവിടെയില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. അവളും അവളുടെ മുത്തശ്ശിയും ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഒളിഞ്ഞും തെളിഞ്ഞും നിങ്ങൾ ചെയ്ത സഹായങ്ങളൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ചെറിയമ്മയോട് മാത്രമല്ല, ഏട്ടത്തിയോടും കൂടെ പറയുന്നേ. വരുൺ, എന്നെ വെറുതെ തെറ്റിദ്ധരിക്കണ്ട. ഞാനിപ്പോ ആരെയും വിളിക്കാറുമില്ല, ആരോട് സംസാരിക്കാറുമില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യണ്ടേ? മതി. ഉർവശിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? തെറ്റുകൾ ഒരുപാട് ചെയ്തിട്ടും തിരിച്ച് എനിക്കിവിടെ അഭയം തന്നത് ഞാൻ മറക്കില്ല. ഗൗതമായിട്ട് എനിക്കിനി ഒരു ബന്ധവുമില്ല. അവനെ ഞാൻ മറന്നോളാം. എനിക്ക് ഈ കുടുംബത്തിൽ കഴിയണം. എനിക്ക് തെണ്ടി നടക്കാൻ വയ്യ. ആ ഓർമ്മയുണ്ടായാ നിനക്ക് നല്ലതാ. എപ്പോഴെങ്കിലും ഗൗതം നിന്നെ വിളിക്കുകയാണെങ്കിൽ ഒരു തവണ ഫോൺ എടുത്തൊന്ന് പറഞ്ഞേക്കണം. അവനിപ്പോ കണിമംഗലത്തേതല്ല, കണിമംഗലത്ത് വേറെ ആമ്പിള്ളേരുണ്ടെന്ന്. പൊയ്ക്കോ. ഇതോടെ അവർക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്നാണ് മുത്തശ്ശി കരുതിയിരിക്കുന്നത്? അങ്ങനെയൊന്നും ഇല്ലടാ. പക്ഷെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാമെന്ന് അവളെ ഒന്ന് ബോധ്യപ്പെടുത്തിയതാ. അത് നന്നായി മുത്തശ്ശി. അടിക്കടി തോറ്റു പോകുന്നോണ്ട് പെട്ടെന്നൊന്നും തലപൊക്കാൻ സാധ്യതയില്ല രണ്ടെണ്ണോ. ആ വരുണേ, അവനെ എന്തായാലും ഒന്ന് കാണണം, ആ ഗൗതമിനെ.